നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരമരുന്നിനെ കുറിച്ചാണ്. എന്താണ് ഉരമരുന്ന്? ഉരച്ചു കൊടുക്കുന്ന എല്ലാ മരുന്നും ഒരമരുന്നാണോ? അതെ, ഉരച്ചു കൊടുക്കുന്ന മരുന്നെല്ലാം ഒരമരുന്നാണ്. പക്ഷെ ആയുർവേദത്തില് നമ്മള് കുഞ്ഞുങ്ങളുടെ പ്രത്യേകിച്ച് ബാലചികിത്സകളില് ഈ ഒരമരുന്നിന്റെ ഒരുപാട് പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള റെഫറൻസ് ഒന്നും പ്രത്യേകിച്ച് കാണില്ല. ചരക സംഹിത, അഷ്ടാംഗ സംഹിതയിലൊന്നും അത്ര നല്ല രീതിയിലുള്ള റെഫറൻസ് ഒന്നും കാണുന്നില്ല. പക്ഷേ നമ്മുടെ ഇത്രയും കൂടി ആധുനിക രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പ്രത്യേകിച്ച് ബാലചികിത്സയില് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൂടുതൽ ഡോക്ടേഴ്സും അത് ഉൾപ്പെടുത്തുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇതിന്റെ ഒരു സങ്കല്പം എന്താന്ന് വെച്ചാല്, ഒരു നല്ല വൃത്തിയുള്ള കല്ലില് നമ്മൾ നല്ല പച്ചക്കുള്ള ഡ്രഗുകളാണ്. അപ്പൊ ഈ ഡ്രഗുകൾ നമ്മൾ ഉരച്ച് അതിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു മിക്സ് ചെയ്യാനായിട്ടുള്ള ലിക്വിഡ് ഉപയോഗിച്ച്, അതായത് മേ ബി അതൊരു മുലപ്പാലായിരിക്കാം, തേനായിരിക്കാം, അല്ലെങ്കിൽ വെറും വെള്ളമായിരിക്കാം, ഈ രീതിയിൽ നമ്മളത് മിക്സ് ചെയ്തിട്ട് കുഞ്ഞിന്റെ നാവിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു രീതിയാണത്. അതാണ് ഈ ഒരമരുന്ന് എന്ന് പറയുന്ന ഒരു സങ്കല്പം. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എത്രത്തോളം കൂട്ടമരുന്നുകളാണ് ഉപയോഗിക്കുക? ഇതൊരു 16, 18, 17, 18 കൂട്ടമരുന്നുകൾ നമ്മൾ ഈ ഒരമരുന്നിൽ ഉപയോഗിക്കും. പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും പഴയ സിനിമകളിലൊക്കെ. പ്രത്യേകിച്ച് ഒരു ഡോക്ടർ വരുന്നു, ആ ഡോക്ടറുടെ കയ്യിൽ ഒരു വലിയ ബോക്സ് ഉണ്ടാവും. അതിൽ ഓരോ ബോക്സിലും ഓരോ കള്ളികൾ ഉണ്ടാവും. ആ കള്ളികളുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഈ ഓരോ പച്ചമരുന്നുകൾ ഇരിക്കുന്നതായിട്ട് കാണാം അല്ലെ. അങ്ങനെ പച്ചമരുന്നുകൾ എടുത്ത് കല്ലിൽ ഉരച്ച് ഓരോ അതായത് അവരവരുടെ അവസ്ഥയനുസരിച്ച്, ചിലപ്പോൾ വരുന്ന കുട്ടി ഒരു രോഗാതുരനായിട്ടുള്ള കുട്ടിയായിരിക്കാം അല്ലെ. കുഞ്ഞിന് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരു കുട്ടിയാണെങ്കിൽ അത് ശോധനക്കുറവായിരിക്കാം, ദഹന പ്രശ്നങ്ങളായിരിക്കാം, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, വേറെ എന്തോ ആകട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആവട്ടെ, എനിത്തിങ്. അപ്പൊ ഇതിന് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ദോഷപ്രകൃതിക്ക് അനുയോജ്യമായിട്ട് ഈ മരുന്നുകളെ അതിന്റെ യുക്തി അനുസരിച്ച്, ആ ഡോക്ടറുടെ യുക്തി അനുസരിച്ച് ഓരോ പ്രാവശ്യവും നമ്മൾ അതിൽ ഉരച്ച് ആ മരുന്നുകൾ കൃത്യമായിട്ട് നമ്മൾ അളവിൽ അനുപാതികമായിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഒരമരുന്ന്. അപ്പൊ ഇതിൽ രോഗാതുരനായിട്ടുള്ള കുട്ടികൾ വരാറുണ്ട്, രോഗമില്ലാത്ത കുട്ടികൾ വരാറുണ്ട്. രോഗമില്ലാത്ത കുട്ടികൾ എന്തിനാണ് വരുന്നത്? അവരുടെ ഹെൽത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക. മനസ്സിലായോ? ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങളുമായിട്ട് കുഞ്ഞു കുട്ടികൾ നമ്മളെ സമീപിക്കാറുണ്ട്. അപ്പൊ അത്തരം അവസരങ്ങളിലും ഒരമരുന്ന് വളരെ പ്രയോജനകരമാണ്. ഈ ശോധന സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളാണെങ്കിൽ, ഇപ്പൊ ഈ കടുക്കയൊക്കെ നമ്മൾ പറഞ്ഞു, ഈ കടുക്ക എന്ന് പറയുന്ന ഡ്രഗ് അതിലൊരു മെയിൻ ഘടകമാണ്. അപ്പൊ കടുക്കയൊക്കെ നമ്മൾ അതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇതിലൊരു 16 തൊട്ട് 18 തരം ഞാൻ പറഞ്ഞു ഡ്രഗുകളുണ്ട്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഡ്രഗുകൾ ഏതൊക്കെയാണ്? ഉണക്ക നെല്ലിക്ക നമ്മൾ ഉപയോഗിക്കാറുണ്ട്, കടുക്ക ഉപയോഗിക്കാറുണ്ട്, താനിക്ക ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ വയമ്പ് ഉപയോഗിക്കാറുണ്ട്, ജാതിക്ക ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ എടംപിരി, വലംപിരി പോലത്തെ മരുന്നുകൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇരട്ടി മധുരം ഉപയോഗിക്കും, രുദ്രാക്ഷം ഉപയോഗിക്കും. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ വേറെ മറ്റു മരുന്നുകളുണ്ട്. അപ്പൊ ഏകദേശം നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് മരുന്നുകളുടെ പേരാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇതിന്റെ കൂടെ നമ്മൾ ഉരച്ച് അതിന്റെ കൂടെ മുലപ്പാലാണെങ്കിൽ മുലപ്പാല് അതിന്റെ കൂടെ അനുപാനമായിട്ട് ചേർക്കും, അല്ലെങ്കിൽ തേനോ അല്ലെങ്കിൽ വെള്ളമോ ഏതാണ് അതിന് യോജിച്ചത്, അത് ഓരോ കുഞ്ഞിന്റെ പ്രായം അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കുന്നതാണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ഒരമരുന്നിന്റെ ഒരു സങ്കല്പം വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് പല പ്രാവശ്യം ഇപ്പൊ നമുക്ക് ശോധനക്കുറവൊക്കെ കുഞ്ഞിന് വരികയാണെങ്കിൽ ചിലപ്പോൾ കടുക്കയായിരിക്കും നമ്മൾ പല പ്രാവശ്യം ഉരച്ചു കൊടുക്കുന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ ചിലപ്പോൾ വയമ്പിന്റെ പ്രയോഗമായിരിക്കും കുറച്ച് അമിതമായിട്ട് അത് ഉപയോഗിക്കുന്നത്. ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരമരുന്നിന്റെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഈ ഒരമരുന്നൊക്കെ ഇപ്പൊ ഈസിലി അവൈലബിൾ ആണ്. അപ്പൊ പലരും ഇത് തന്നെ മേടിച്ച് യൂസ് ആക്കി കുഞ്ഞിന് കൊടുക്കാറുണ്ട്. ഇങ്ങനെ അസുഖങ്ങൾ വരുന്നു, കൃമി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ശോധനയുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ദഹന പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുഞ്ഞിന് അങ്ങനെ തന്നെ കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട്. പല രീതിയിലുള്ള ഫോർമുലേഷൻസിൽ ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ ആ രീതിയിലൊക്കെ കുഞ്ഞിന് ഇത് ഫാർമസിയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത് കൃത്യമായിട്ട് ആ രീതിയിലുള്ള അതിനൊരു അനുപാതികമായിട്ടുള്ള ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നതിന്റെ ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. അത് തീർച്ചയായിട്ടും ഡോക്ടേഴ്സിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ സാധാരണക്കാർ ഇത് ചെയ്യുമ്പോൾ പലപ്പോഴും ഇത് കൃത്യമാകണമെന്നില്ല. അപ്പൊ അത് മറ്റു പല പ്രശ്നങ്ങളിലേക്കും. അപ്പൊ നമ്മുടെ ആയുർവേദത്തിന്റെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത്, നമുക്കൊരു രോഗത്തിന് മരുന്ന് കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറുക എന്നത് കൂടിയല്ല, രോഗം വരാതിരിക്കുക എന്നുള്ള ഒരു സങ്കല്പം കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഒരമരുന്ന് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക്
തീർച്ചയായിട്ടും ഉപയോഗപരമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഇത്തരം സംഭവങ്ങളുമായിട്ട് അറിയാൻ അല്ലെങ്കിൽ അത് ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റും കൂടി ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.